ഈ രാഷ്ട്രം നമ്മുടേതാണ്. മുസ്ലിങ്ങളും പുലയനും പറയനും എല്ലാം ഉൾപ്പെട്ട നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. ഇതാർക്കും ശ്രീധരം കിട്ടിയല്ല, നമ്മൾ കെട്ടിപ്പടുത്ത രാഷ്ട്രമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാരൻ ഭരിച്ച് മുടിച്ച് നമ്മളെല്ലാം ഊറ്റിയെടുത്ത് കരിമ്പിൻ ചണ്ടി പോലാക്കി 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഈ രാഷ്ട്രത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പതാകയായ ത്രിവർണ്ണ പതാക ഉയരുമ്പോൾ നമ്മുടെ പിതാമഹന്മാരെല്ലാം ആഹ്ലാദ തിമിർപ്പിലായിരുന്നു, ഒപ്പം ദുഃഖത്തിലും. ഈ രാജ്യമെങ്ങനെ കെട്ടിപ്പടുക്കും എന്നുള്ളതാണ്, ഈ രാജ്യമെങ്ങനെ പുനഃസൃഷ്ടിക്കും എന്നുള്ളതാണ്. നവഖാലിയിലെ കാര്യം ഇവിടെ പറഞ്ഞു. മതത്തിൻ്റെ പേരിൽ പരസ്പരം വെട്ടി രക്തപ്പുഴ ഒഴുകുന്ന ഇന്ത്യയുടെ വിവിധ ഗ്രാമ നവഖാലികൾ, അതിനെല്ലാം പരിഹാരം കാണണം. അങ്ങനെ പരിഹാരം കണ്ട ഇന്ത്യയാണ് ഇനി പുറകോട്ട് നടത്താൻ സംഘപരിവാറും കൂട്ടരും ശ്രമിക്കുന്നത്. അങ്ങനെ പുറകോട്ട് നടത്താൻ നാം അനുവദിക്കത്തില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയത് ഒരു ക്ഷേത്രത്തിൽ നിന്നുമല്ല, ഒരു RSS ശാഖയിൽ നിന്നുമല്ല, മദ്രസകളിൽ നിന്നുമാണ്. ആ ചരിത്രം പല മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല. മദ്രസകളായിരുന്നു നമ്മുടെ പോരാട്ട വീഥികൾ. എത്രയോ ഇമാമുമാരെ അറസ്റ്റ് ജയിലിൽ കൊണ്ടുപോയി കൊടിയ മർദ്ദനത്തിനിരയാക്കി. ഇസ്ലാം മത പാഠശാലകളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങി. അല്ലാതെ ബറാത്ത് നടത്താൻ മാത്രമല്ല പിള്ളേരെ ഇറക്കിയത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരെയും നമ്മുടെ ജനങ്ങളെ ഇറക്കി. അങ്ങനെ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണിത്. ഫക്രാനന്ദൽ അണക്കെട്ടിൻ്റെ പണി നടക്കുമ്പോൾ അതുവഴി പോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ ഇറങ്ങി തൊഴിലാളികളുടെ അധ്വാനത്തെ ബോധ്യപ്പെട്ടു. അദ്ദേഹം അവരെ ഹസ്തദാനം ചെയ്തു, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ സൃഷ്ടികർത്താക്കളെന്ന് അദ്ദേഹം പറഞ്ഞു. ഫക്രാനന്ദൽ അണക്കെട്ടിൽ പണിയെടുത്തത് ആരും പൂണൂല് ധരിച്ച ഒരാളിനെപ്പോലും അവിടെ കണ്ടില്ല. ഈ രാജ്യത്തെ ദലിതരും മുസ്ലിങ്ങളും പിന്നോക്കക്കാരുമൊക്കെയാണ്. നമ്മളാരും മതപാഠശാലകളിൽ മാത്രം ഒതുങ്ങി നിന്നവരല്ല. ഈ രാഷ്ട്രം നിർമ്മിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. നമ്മുടെ രക്തവും നമ്മുടെ വിയർപ്പും നമ്മുടെ അധ്വാനവും നമ്മുടെ കർമ്മശേഷിയും നമ്മുടെ ബുദ്ധിശക്തിയുമാണ് ഈ രാഷ്ട്രം. ഈ രാഷ്ട്രത്തെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ സംഘപരിവാറിന് ശ്രീധരം കിട്ടിയ രാജ്യമല്ല. ഇന്ത്യയിലെ ഓരോ ഭാരതീയനും അവകാശപ്പെട്ടതാണ് ഈ രാജ്യം. ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കി നമ്മളെല്ലാം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമായി മുദ്രകുത്താൻ എത്ര കാലം കൊണ്ട് കഴിയും? പിറന്ന മണ്ണിൽ ഇവിടുത്തെ വായുവും ജലവും ശ്വസിച്ചും ഭക്ഷിച്ചും ജീവിച്ച നമ്മളെ അഭയാർത്ഥികളാക്കി കഴിയിക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അതൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നവരല്ല ഇന്ത്യയിലെ ജനത. ഈ പ്രശ്നം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഭരണഘടനയുടെ മൗലിക ലക്ഷ്യങ്ങളുടെ പ്രശ്നമാണ്. നമ്മുടെ പൂർവികർ പോരാടി നേടിത്തന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ലക്ഷ്യമാണ്. ഇന്ത്യ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യത്തിൻ്റെ പ്രശ്നമാണ്. ഈ രാഷ്ട്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവകാശം ചോദിക്കാൻ പറ്റൂ, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ രാജ്യം നമ്മുടെ രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ മേലിൽ കറപുരട്ടാൻ, ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ ആര് ശ്രമിച്ചാലും അംഗീകരിക്കാൻ കഴിയില്ല. ഉദ്ഘാടക പ്രസംഗൻ പറഞ്ഞതുപോലെ ഞങ്ങൾ എവിടെ നിൽക്കണം? ഈ രാജ്യത്തെ ജനങ്ങൾ എവിടെ നിൽക്കണം? ഇവിടുത്തെ ദലിതനും ആദിവാസിയും മുസ്ലിമും പിന്നോക്കക്കാരനും അവരെ സ്നേഹിക്കുന്ന പൂണൂൽധാരികളും എവിടെ നിൽക്കണം? ഈ രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെവിടെ നിൽക്കണം? അങ്ങനെ നിലനിൽക്കാനും നിലനിർത്താനും കോൺഗ്രസ്സുകാരനും CPMകാരനും അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാർഗം സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു.
ബാബരി മസ്ജിദിൻ്റെ കോടതി വിധി വന്നപ്പോൾ രാമക്ഷേത്രം പണിയുന്നത് നല്ലത്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇയാൾ സ്വാഗതം ചെയ്തില്ലെങ്കിൽ അവിടെ RSSകാർ പണിയാതിരിക്കുമെന്ന് തോന്നുന്നു. പേര് മതേതര പാർട്ടി എന്നാണ്. 50-55 കൊല്ലമായി പ്രവർത്തിക്കുന്ന എൻ്റെ പാർട്ടിയുടെ കാര്യമാണ് ഞാൻ വേദനയോടുകൂടി പറയുന്നത്. ഏത് പാർട്ടിയായാലും ഏത് ഭരണകൂടമായാലും ഞങ്ങൾക്കെതിരെ, ഈ രാഷ്ട്രത്തിനെതിരെ വരുന്ന ഏത് തെറ്റുകളെയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മരിക്കാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. ഞാൻ മൊത്തം 3 പ്രാവശ്യം നിരാഹാര സത്യാഗ്രഹം കിടന്നിട്ടുണ്ട്. നല്ലപോലെ ആഹാരം കഴിച്ചിട്ടാണ് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. വല്ലോനും ചെയ്ത തെറ്റിന് ഞാൻ പട്ടിണി കിടക്കണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനിയിപ്പോൾ നമ്മളൊക്കെ കിട്ടും. 10-66 വയസ്സായ എന്നെപ്പോലുള്ള ആളുകളൊക്കെ ഇരിക്കും. ഇന്നത്തെ ചെറുപ്പക്കാരെടുത്ത് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. രാമോദൻ്റെ കൈ ഇരിക്കട്ടെ, ഞങ്ങൾ മട്ടണം കഴിച്ചിട്ട് ഇപ്പോൾ ഉടനെ വരാമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്ന് ത്യാഗം സഹിച്ച് നമ്മൾ മരിക്കേണ്ട കാര്യമില്ല. നമ്മളെ എങ്ങും ആരും ഓടിക്കാൻ പോകുന്നില്ല. നമ്മൾ ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല, നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ രാജ്യത്തെ ആദിദ്രാവിഡ ഗോത്രവർഗങ്ങളാണ്. ചില മുസ്ലിങ്ങൾ പറയും ഞങ്ങളുടെ പൂർവികരെല്ലാം മറ്റേ പട്ടരുടെ അളിയന്മാരാണ്. ഒരു ചേനയുമല്ല. നിങ്ങളൊക്കെ ഞങ്ങളുടെ ആളുകളാണ്. പൊലേനും പറയാനും ഒക്കെയാണ്. ഒരു പട്ടരും ഇല്ല, ഒരു കിട്ടനും ഇല്ല. മലബാറിലൊക്കെ കുറേ ആളുകളുണ്ടെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ നിന്നും ഏകത്വം എന്ന് പറയുന്നത് 4 കവലച്ചട്ടിമ്പിമാരുടെ ഐക്യമുന്നണി എന്നല്ല അർത്ഥം. ഇവിടുത്തെ എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. ആ സംസ്കാരങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പോകും. പിന്നെ മുസ്ലിങ്ങളിപ്പോൾ കോളടിച്ചിരിക്കുക. 5 ഏക്കർ ഭൂമി വെറുതെ കിട്ടിയിരിക്കുകയില്ലേ. CK ജാനുവും ഗീതാനന്ദനും 2 പെടലിക്കും മുതുകത്തും ഇടിയും കൊണ്ട് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയപ്പോൾ 2 മാസം കൊണ്ട് നടന്ന സമരത്തിന് ആയിരക്കണക്കിന് ആദിവാസികൾക്കാണ് 5 ഏക്കർ ഭൂമി വീതം കിട്ടിയത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് പോരാടിയിട്ട് കിട്ടി 5 ഏക്കർ ഭൂമി. ഇതിൽ കൂടുതൽ ഗുണം നിങ്ങൾക്ക് ഇന്ത്യ രാജ്യം എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു. സുപ്രീം കോടതിയാണ്. സുപ്രീമായി തന്നെ അംഗീകരിക്കുന്നു. പരമോന്നത നീതിപീഠം തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയുന്നു, നമുക്ക് പള്ളി പണിയാൻ നമുക്കെല്ലാവർക്കും കൂടെ ഓരോ രൂപ എടുത്താൽ മതി. എത്ര ഏക്കർ സ്ഥലം കിട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? നിങ്ങൾ ഓരോ രൂപ എടുത്ത് ഞങ്ങൾ KDF 10 രൂപ തരാം. ബാബരി മസ്ജിദിൻ്റെ വിധി വരുന്നതിൻ്റെ തലേ ദിവസം എന്തൊരുക്കങ്ങളാണ് ഇന്ത്യ രാജ്യത്ത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് അതാണ്. അവർ കലാപകാരികളാണ്, അക്രമകാരികളാണ്, നിയമത്തെ വെല്ലുവിളിക്കുന്നവരാണ്, രാഷ്ട്രത്തിൻ്റെ തത്വസംഹിതകളെ ലംഘിക്കുന്നവരാണെന്നൊക്കെയാണ് ഭരണകൂടം ധരിച്ചു വച്ചിരിക്കുന്നത്. അല്ല, ഏതൊരു രാജ്യത്തെയും ബഹുമാനിക്കാനും ആ രാജ്യത്തിൻ്റെ മണ്ണിനോടും കുലത്തോടും നീതി പുലർത്താനുമാണ് ഇസ്ലാം അവരെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനോളം ഔന്നത്യമുള്ള സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു മതവും ഇന്ത്യ രാജ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്കിൽ പിന്നെ രാമോദരൻ എന്തിനായി ഹിന്ദു ആണെന്നും പറഞ്ഞ് നടക്കുന്ന അങ്ങ് ഇസ്ലാമായാൽ 10-66 വയസ്സുണ്ടായി പൊന്നാനിയിൽ വല്ല യോഗത്തിനും പോകുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പേരല്ല ഒരാളിനെ ഇസ്ലാമായി തിരിക്കുന്നത്. എത്രയോ മുസ്ലിം നാമധാരികളായ ആളുകൾ ഇസ്ലാം അല്ലാതെ ജീവിക്കുന്നുണ്ട്. ഞങ്ങളിതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ബഹുമാനം. ഈ രാജ്യത്തിൻ്റെ മാറ്റമുണ്ടാക്കിയത്, ഈ രാജ്യത്ത് പരിവർത്തനമുണ്ടാക്കിയത് പാതിരിമാരുടെയും മുസ്ലിങ്ങളുടെയും വരവോടുകൂടിയാണ്. അല്ലെങ്കിൽ ഇവിടെ ഇന്നും അടിമ വ്യാപാരം നടന്നേനെ. എൻ്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവരെ വരിഞ്ഞു കെട്ടി ശാസ്താംകോട്ടയിലും കമ്പോളത്തിലും എല്ലാം കൊണ്ടുവന്ന് വെച്ച് ലേലം ചെയ്ത് വിൽക്കുമായിരുന്നു. ഇതെല്ലാം അവസാനിപ്പിച്ചത് വിദേശ മതങ്ങൾ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ്. പണ്ട് സമൂഹത്തിൽ താഴ്ത്തപ്പെട്ട ജാതിക്കാരന് അവൻ്റെ കഴുത്തിൽ, അവൻ പൊതുവഴിയിൽ കൂടി നടക്കുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരു പാട്ടയോ കലവോ എന്തെങ്കിലും കെട്ടിത്തൂക്കണം, അവൻ്റെ തുപ്പൽ മണ്ണിൽ വീഴാതിരിക്കാൻ. പുറകിൽ ഒരു ചൂലോ ഓലയോ കെട്ടിത്തൂക്കണം, അവൻ്റെ കാൽപാദത്തിൽ പാട് വീഴുമ്പോൾ ആ പാടുകൾ മായ്ച്ചു കളയാൻ. ഇതൊന്നും ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നതാണോ? വേദം ചൊല്ലുന്നവൻ്റെ നാവറക്കണമെന്നും കേൾക്കുന്നവൻ്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്നും പറഞ്ഞത് ഇസ്ലാമാണോ? ക്രിസ്ത്യാനിയാണോ? സിഖുകാരനാണോ? പാഴ്സിയാണോ? ഇതെല്ലാം ഇവിടെ തകർത്തടിഞ്ഞത് ഈ അധർമ്മങ്ങളെയും ഈ അന്യായങ്ങളെയും
ഈ ജാതി വിവേചനത്തെ, ഈ തെറ്റായ നീക്കങ്ങളെ എല്ലാം അരിഞ്ഞു വീഴ്ത്തിയത് ഇസ്ലാമിൻ്റെ വരവോടുകൂടിയാണ്, ക്രിസ്ത്യാനികളുടെ വരവോടുകൂടിയാണ്. അതല്ലെങ്കിൽ ഇന്ത്യ ഇന്നും ഭ്രാന്താലയമായി നിന്നേരം. ഒരു പുതുയുഗ പിറവി ഈ രാജ്യത്തുണ്ടായത്, ഈ രാഷ്ട്രത്തിനൊരു നേർക്കാഴ്ചപ്പാടുണ്ടായത് അതുകൊണ്ടാണ്. അത് സഹിക്കാത്തവരുണ്ട്. പഴയ പാരമ്പര്യവും തിണ്ണന്യായവും പ്രാമാണിത്വവും പഴയ മേൽക്കോയ്മയും നാലുകെട്ടിൻ്റെ മുമ്പത്ത് ചാരുകസേരയിൽ ഇരുന്ന് ആജ്ഞാപിച്ച് സാധുക്കളെ കൊണ്ട് പകലന്തിയോളം പണിയെടുപ്പിച്ച് ഒരു ജോലിയും ചെയ്യാതെ 24 മണിക്കൂറും നിഷ്ഠാന്ത ഭക്ഷണവും കഴിച്ച് വ്യഭചരിച്ച് നടന്ന ഒരു സമൂഹമുണ്ടായിരുന്നു, ഒരു ന്യൂനപക്ഷ വിഭാഗമുണ്ടായിരുന്നു. അവരാണ് ഈ രാജ്യത്ത് വീണ്ടും ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് ഇനി കേരളത്തിൽ നടക്കില്ല, ഇന്ത്യയിൽ നടക്കില്ല. അതിനാണ് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നത്. മാറ്റത്തിനു വേണ്ടിയാണ് നാം നിൽക്കുന്നത്. ഞാനൊരു സുദീർഘമായ പ്രസംഗം ഇനി നടത്തുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ 80% സാമ്പത്തികമായി വളരെ പിന്നിൽ നിൽക്കുന്നവരാണ്. സാമ്പത്തികമായി കുറേ മെച്ചപ്പെട്ട് നിൽക്കുന്ന മുസ്ലിങ്ങൾ കേരളത്തിൽ മാത്രമാണ്. അത് ഗൾഫ് നാടിലേക്ക് പോകാനും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറേ സമ്പാദിക്കാനും കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കുറേ നല്ല വീടുകളെങ്കിലും ഈ സമൂഹത്തിനുണ്ടായത്. 70% ആളുകളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഒരു യൂസഫ് അലിയെ കണ്ടതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിലയിരുത്തരുത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതിയല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ. ഇന്നെല്ലാവരും കാശ്മീരിനെതിരായിട്ട് ചന്ദ്രഹാസം മുഴക്കുന്നു. ഞാൻ നിരവധി തവണ കാശ്മീരിൽ പോയിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ഒരു ഭൂമി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ എന്താണ് കാശ്മീരിൻ്റെ സ്ഥിതി? അവിടെ എല്ലാം ഷേഖ് അബ്ദുള്ളമാരും ഫറൂഖ് അബ്ദുള്ളമാരുമല്ല, കോട്ടും ടൈയും കെട്ടി നിൽക്കുന്നവരല്ല, രാജകുടുംബത്തിൽ ജനിച്ചവരല്ല. മഹാഭൂരിപക്ഷം വരുന്നവരും പട്ടിണി പാവങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ 6 മാസം പഞ്ഞമാസമാണ്, മഞ്ഞ് വീഴുന്ന കാലം. ആ മഞ്ഞ് വീഴുന്ന ഘട്ടത്തിൽ വേനൽക്കാലത്ത്, മഞ്ഞില്ലാത്ത കാലത്ത്, വേനൽക്കാലത്തല്ല മഞ്ഞില്ലാത്ത കാലത്ത് എല്ലാ ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ച് വയ്ക്കണം. മുളക് ഉണക്കി വയ്ക്കണം, വെണ്ടയ്ക്ക ഉണക്കി വയ്ക്കണം, മത്സ്യവും മാംസവും എല്ലാം ഉണക്കി വയ്ക്കണം. അതൊരു 3 മാസത്തേക്കേ പരമാവധി കാണത്തുള്ളൂ. ഇതൊന്നും ശീതീകരിച്ച് വയ്ക്കാനും ചൂടാക്കി വയ്ക്കാനുമുള്ള മാർഗങ്ങളില്ല. എല്ലാവരും കമ്പിളിയല്ല ധരിക്കുന്നത്, നമ്മൾ കൂടെ ഉപേക്ഷിക്കുന്ന ചാക്ക് പോലത്തെ പോലെ ധരിക്കുന്നവരുണ്ട്. ശ്രീനഗറിൽ മാത്രം പോയാൽ പോരാ, ജമ്മു കാശ്മീരിൻ്റെ കുഗ്രാമങ്ങളിലേക്ക് പോകണം. ശ്രീനഗറിൽ നിന്നും ലേയിലേക്ക് പോകണം. എങ്കിലേ അവിടുത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി അറിയൂ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളെന്നുള്ള പദവി കിട്ടാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ സംസ്ഥാനങ്ങളായി ഉയരുമ്പോൾ ഒരു സംസ്ഥാനത്തെ കേന്ദ്ര ഗവൺമെൻറ് വെട്ടിമുറിച്ച് 3 കഷണങ്ങളാക്കുന്ന പ്രാകൃതമായ നടപടിയാണ് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിലുണ്ടായത്. നിങ്ങൾ പശ്ചിമ ബംഗാളിൽ പോകണം, നിങ്ങൾ UP പോകണം, ഹൈദരാബാദിൽ പോകണം. എത്ര സമ്പന്നന്മാരായ മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവും, എത്ര പാവപ്പെട്ട ആളുകളുണ്ടാവും എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആ സമൂഹത്തെ മുഴുവനും രാജ്യദ്രോഹികളാക്കിയും ഇന്ത്യ വിരുദ്ധരാക്കിയും മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇന്ത്യ കണക്കെടുക്കുകയാണ്. ഇതാരാണിത്? പൂക്കുഞ്ഞ്. ഇതാരാണിത്? ജോസഫ്. ഇത് രാമഭദ്രൻ. ശരി, ജോസഫും രാമഭദ്രനും ഉടഞ്ഞോട്ടതില്ല. അത്രയും വലിയ മുസ്ലിം വിരോധമാണ് കാണിക്കുന്നത്. നമ്മളോട് ബംഗ്ലാദേശിലേക്ക് പോകാനും പാകിസ്ഥാനിലേക്ക് പോകാനും ആജ്ഞാപിക്കുന്നവർ അവരെവിടെ നിന്ന് വന്നവരാണെന്നവർ സ്വയം ആലോചിക്കണം. പക്ഷേ അങ്ങനൊരു അവകാശവാദം ഉന്നയിച്ച് ആരെങ്കിലും അപമാനിക്കാനും താഴ്ത്തിക്കെട്ടാനും നാം തയ്യാറല്ല. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും അതല്ല. ഇന്ത്യയെ എല്ലാം ഹൈന്ദവൽക്കരിക്കാനല്ല ശ്രമിക്കുന്നത്, സവർണവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഹൈന്ദവൽക്കരണം എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഈ ഹിന്ദു, എൻ്റെ പേരിൻ്റെ കൂടെ P. രാമഭദ്രൻ ഹിന്ദു പുലയ എന്നാണ് സർട്ടിഫിക്കറ്റ്. ഞാനും ഹിന്ദുവാണ്. ഇന്ത്യയിലെ 80% വരുന്ന ജനങ്ങൾ അങ്ങനെ ഹിന്ദുക്കളാണ്. പക്ഷേ ഈ ഹൈന്ദവൽക്കരണത്തിൻ്റെ
ഈ സവർണവൽക്കരണത്തിൻ്റെ പിന്നിൽ 15% ആൾക്കാർ പോലുമില്ല. മഹാഭൂരിപക്ഷം വരുന്ന നമ്മൾ പല തട്ടിലാണ്. ആ സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള പ്രശ്നം. ഇവിടെ ഹിന്ദുത്വമല്ല നടത്തുന്നത്, ഫാസിസമാണ് നടത്തുന്നത്, സവർണവൽക്കരണമാണ് നടത്തുന്നത്. അംബേദ്കറെ ഹിന്ദുവാക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ഹിന്ദുമതം വേണ്ട, ഹിന്ദുമതം നശിച്ചാലേ ഇന്ത്യ രക്ഷപ്പെടൂ എന്ന് കരുതി പറഞ്ഞ് ബുദ്ധമതം സ്വീകരിച്ച മഹാനാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെയും ഹിന്ദുവാക്കുന്നു. മുസ്ലിങ്ങളെ അരിഞ്ഞു വീഴ്ത്തുന്നതിനെതിരായി യുദ്ധം ചെയ്ത് സമാധാനത്തിൻ്റെ യുദ്ധം ചെയ്ത മാടപ്പിറവായ മഹാത്മാഗാന്ധിജി, മുസ്ലിങ്ങൾക്ക് വേണ്ടി മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിന്ന ഗാന്ധിജിയെ ഈ 150-ാം ജന്മദിനത്തിൽ അദ്ദേഹത്തെ ഹിന്ദുവാക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിനെ ഹിന്ദുവാക്കി കഴിഞ്ഞു. ഇനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഇപ്പോൾ ഹിന്ദുവാക്കും. ഞാൻ മരിച്ച് ഒരു 10-25 കൊല്ലം കഴിഞ്ഞാൽ സംഘപരിവാറുകാരുണ്ടെങ്കിൽ പറയും, മയ്യത്തിങ്കര വന്ന് രാമഭദ്രൻ ഹിന്ദു സമ്മേളനത്തിൽ പങ്കെടുത്തെന്ന് വേണമെങ്കിൽ ചരിത്രം എഴുതും. അതാണ് സ്ഥിതി. അതുകൊണ്ട് ഇതൊന്നും കണ്ട് നമ്മൾ ഹാലളക്കേണ്ട കാര്യമില്ല. ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നതിനോടൊപ്പം തന്നെ പല കാര്യങ്ങളോടും ഞാൻ വിയോജിക്കുകയാണ്. ഒന്ന്, ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണ് പരിഹാരമാർഗം? ഒന്ന്, പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുക. എനിക്കതിനോട് എതിർപ്പില്ല. ലോകം കണ്ട ഏറ്റവും വലിയ മഹത്തായ പ്രത്യയശാസ്ത്രങ്ങളൊന്നാണ് പരിശുദ്ധ ഖുർആൻ. അത് മുറുകെ പിടിക്കട്ടെ. പക്ഷേ മുസ്ലിങ്ങളുടെ മാത്രം ഐക്യം കൊണ്ട് ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സമാന ചിന്താഗതിക്കാരെന്ന് പറയുന്നത്. ആ സമാന ചിന്താഗതിക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ ദലിതരും പിന്നോക്കക്കാരുമെല്ലാമാണ്. ആ ദലിതരെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ദലിതരോടുള്ള പല മുസ്ലിങ്ങളുടെയും മനോഭാവത്തിൽ മാറ്റം വേണം. മാറ്റം ഉണ്ടായേ കഴിയൂ. ആ സൗഹൃദം ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് കല്യാണങ്ങൾ നടക്കാറുണ്ട്. ഇന്നത്തെ പോലെ സമ്പത്തും സൗകര്യമൊന്നും ഒന്നും മുസ്ലിങ്ങൾക്കില്ല. എൻ്റെ അയൽപക്കത്ത് നടന്ന ഒരു കല്യാണം രാത്രിയിലായിരുന്നു. പെട്രോൾ മാശം പിടിച്ച് വരനെ കൊണ്ടുവരുന്നു. ആ വരൻ വന്ന് വീട്ടിലേക്ക് കയറി. അവിടെ രാത്രിയിൽ ഭക്ഷണമുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേർ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ 3 പേർക്ക് കൂടി ഒരു കഷണം ഇറച്ചിയേ ഉള്ളൂ. കയ്യൂക്കുള്ള റഹീം ആ ഇറച്ചി അങ്ങെടുത്ത്, അശക്തനായ മജീദും ഞാനും നോക്കിയിരുന്നു. പക്ഷേ അവിടെ സൗഹൃദത്തിൻ്റെ ഒരു ബന്ധമുണ്ടായിരുന്നു. അവിടെ പുലയൻ മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ലായിരുന്നു. ഇന്ന് ഹിന്ദു ബാധ, സവർണ ബാധ പല മുസ്ലിങ്ങൾക്കും പിടിപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെന്ന് ആ മാറാല എന്ന് മുസ്ലിങ്ങളുടെ ശരീരത്തു നിന്നും എടുത്തു മാറ്റുന്നു, അന്ന് മാത്രമേ ഒരു സമ്പൂർണ്ണ മുസ്ലിമാകാൻ നിങ്ങൾക്ക് കഴിയൂ. ഒരു ദലിതനോട് മോശമായി പെരുമാറാൻ ഒരു യഥാർത്ഥ ഇസ്ലാമിന് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സൗഹൃദപ്പെടണം. മുസ്ലിങ്ങളും ദലിതരും മറ്റ് പിന്നോക്കക്കാരുമെല്ലാം ഒന്നിച്ചിരിക്കണം. നമ്മൾ നിൽക്കുന്നത് പ്രതികാരം ചെയ്യാനല്ല, ആരെയും അഴിഞ്ഞു വീഴ്ത്താനല്ല. പണ്ട് ദലിതരെ ചാട്ടവാറിനടിച്ചതിൻ്റെ പേരിൽ, പണ്ട് ദലിതരെ വഴി നടക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ, പണ്ട് ദലിതർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിൻ്റെ പേരിൽ, പണ്ട് ദലിതരെ വിദ്യാഭ്യസിക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായാൽ ഞങ്ങളോട് ഈ ക്രൂരത ചെയ്ത ആരും ഈ ഭൂമുഖത്ത് കാണത്തില്ല ഞങ്ങളുടെ ഇന്നത്തെ ശക്തി കൊണ്ട് എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഞങ്ങളതിന് തയ്യാറല്ല. നമ്മൾ ആരും അതിന് തയ്യാറല്ല. നമ്മൾ അതല്ല പഠിച്ചത്. അതല്ല ആദി ദ്രാവിഡ സംസ്കാരം. അതല്ല ഇസ്ലാമിൻ്റെ സഹിഷ്ണുത. ഇസ്ലാമിന് യുദ്ധം ചെയ്യാൻ മാത്രമല്ല അറിയാവുന്നത്. ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ്, സാഹോദര്യത്തിൻ്റെ മതമാണ്, യാതൊരു സംശയവുമില്ല. ഇവിടെ ഉദ്ഘാടകൻ പ്രസംഗം പറഞ്ഞു, നമ്മുടെ യൂസഫ് അലി കേച്ചേരിയെ കുറിച്ച്. ഈ കേരളത്തിലെ ഏറ്റവും നല്ല മഹത്തായ ശ്രീകൃഷ്ണ ഗാഥ എഴുതിയ യേശുദാസ് പാടിയ, യേശുദാസ് ആണെന്ന് തോന്നുന്നു, കൃഷ്ണകൃപാ സാഗരം എന്നുള്ള ആ പാട്ട് എത്ര ഇമ്പമാർന്ന ലക്ഷോപലക്ഷം കൃഷ്ണഭക്തരെ
ഗുരുവായൂർ നടയിലേക്ക് എത്തിച്ചത് യൂസഫ് അലിയുടെ ആ വരികളാണ്. അതേ യൂസഫ് അലി തന്നെയാണ് എഴുതിയത്. റസൂലേ നിൻ കനിവാലേ. റസൂലിനെ കുറിച്ച് പുതിയ തലമുറ ഇത്രത്തോളം ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് യൂസഫ് അലി എഴുതിയതാണ്. ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന്, സഹിഷ്ണുതയ്ക്ക്, മതസൗഹാർദ്ദത്തിന്, സൗഹൃദത്തിന് കേളികേട്ട മഹാന്മാരുള്ള ഒരു സമുദായമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ തകർക്കാൻ നമ്മൾ ആരും നിൽക്കത്തില്ല. അതുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഭാരതത്തിൻ്റെ പ്രശ്നമാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമമായ ലക്ഷ്യം സ്വാതന്ത്ര്യമാണ്. അന്തസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് അന്തസ്സോട് ജീവിക്കുക എന്നുള്ളതാണ്. ആ അന്തസ്സോടുകൂടി ജീവിക്കാൻ ചിലപ്പോൾ തീയതി വ്യത്യാസം കണ്ടു കാണും, അവിടെ 1-2 ചെറുപ്പക്കാരിന്ന് ചിരിക്കുന്നു. അപ്പം ആ അന്തസ്സോട് ജീവിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കണം. ആ അന്തസ്സോട് കൂടി ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാം കാര്യമായിരിക്കണം. ഒരു കൊലക്കേസ് പ്രതിയായ സന്യാസി ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പാവയ്ക്ക വേണോ, വെണ്ടയ്ക്ക വേണോ, വഴുതനങ്ങ വേണോ, ചീര വേണോ, മുളക് വേണോ, അത് പാണ്ടിമുളക് വേണോ, കേരള മുളക് വേണോ, കോടതി തീരുമാനിച്ച് ഭക്ഷണം കൊടുത്തു. അടുത്ത കാലത്ത് ഒരു കേന്ദ്രമന്ത്രി ജയിലിൽ പോയി. അദ്ദേഹത്തിന് പ്രത്യേക ഭക്ഷണവും സൂപ്പും ചേനയും കാച്ചിലും ഒക്കെ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും കൊടുത്തു. പക്ഷേ നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ നാട്ടുകാരനായ അബ്ദുൽ നാസർ മദനി അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹത്തെ നിങ്ങൾ രാജ്യദ്രോഹികളെന്ന് വിളിക്കൂ. നിങ്ങളെല്ലാവരും ഒന്നിച്ചു വിളിച്ചാലും പി രാമഭദ്രൻ പറയും അബ്ദുൽ നാസർ മദനി രാജ്യദ്രോഹി അല്ല എന്ന്. അദ്ദേഹത്തിന് നീതി വേണ്ടേ? സംരക്ഷണം വേണ്ടേ? മനുഷ്യാവകാശം വേണ്ടേ? ബലാസംഘക്കാരനെയും അമ്മയെ കൊന്നവനെയും ജോളിയോ കോളിയോ ഇതിടെ ഒരുത്തി പിടിച്ചോണ്ട് പോയല്ലോ, എന്തോടെ പേര്? കോളി. അവക്ക് വരെ മനുഷ്യാവകാശം വേണമെന്ന് വാദിക്കുന്ന വക്കീലന്മാർ ഉള്ള രാജ്യത്ത് അബ്ദുൽ നാസർ മദനിക്ക് മനുഷ്യാവകാശം വേണ്ട. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ഈ രാജ്യത്ത് നിലവിലിരുന്ന വ്യവസ്ഥിതിക്കെതിരെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പ്രതിരോധിച്ചു. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ എന്നോട് യോജിച്ചാലും വിയോജിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള കേരളക്കരയിലെ ഹിന്ദു ജനങ്ങളെ പരിശുദ്ധ ഖുർആൻ എന്താണെന്ന്, പരിശുദ്ധ ഖുർആനെ ജനകീയമാക്കിയ ഉസ്താദായിരുന്നു അബ്ദുൽ നാസർ മദനി. ആ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ നാം ആലോചിക്കണം. ആരുടെയും നൂതന വികാരവും വർഗീയ വികാരവും ആളി കത്തിക്കാനല്ല ഞാനിത് പറയുന്നത്. ആരുടെയും കത്തുകയും വേണ്ട. പക്ഷേ നമുക്കിവിടെ നീതി വേണം, സംരക്ഷണം വേണം, സഹായം വേണം, പരിരക്ഷ വേണം, നട്ടലുയർത്തി നിൽക്കാൻ കഴിയണം. ഈ രാജ്യം എൻ്റേത് കൂടിയാണെന്നുള്ള തോന്നൽ ഓരോ ഭാരതീയനും ഉണ്ടാകണം. ഞാൻ ഇന്ന് 2 മീറ്റർ തുണി വേണം എനിക്കൊരു കതർ ഷർട്ടിന്. വെറും 80 സെന്റിമീറ്റർ മാത്രം ഒരു വസ്ത്രത്തിന്, ഒരു ഉടുപ്പിന് വേണ്ടി വരുന്ന കാലത്ത് കതർ ധരിക്കാൻ തുടങ്ങിയവനാണ് ഞാൻ. എൻ്റെ ദേശസ്നേഹമാണ് അതിൻ്റെ കാരണം. അല്ലാതെ DCC വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന് കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നില്ല. ആ ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കാൻ ഓരോ ഭാരതീയനും കഴിയണം. അത് പുലയന് കഴിയണം, കുറവന് കഴിയണം, പറയന് കഴിയണം, മുസ്ലിമിന് കഴിയണം, ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിയണം, സുന്നിക്ക് കഴിയണം, എല്ലാവർക്കും കഴിയണം. ആ രീതിയിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകണം. മുജാഹിദിൻ്റെ കാര്യം എന്താണെന്ന് പറയാനെന്നാണോ ചോദിച്ചത്? അതുകൂടെ പറഞ്ഞേക്കുന്നു. ഞാൻ അത് വിട്ടെന്ന് വേണ്ട. എല്ലാം കൂടെ നമുക്കെല്ലാവർക്കും നീതി വേണം. മുസ്ലിം ജമാഅത്ത് ഫെഡറേഷനും ജമാഅത്ത് ഉലമയും കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ ജനകീയമായി നമ്മുടെ അധ്യക്ഷനെ പോലെ, നമ്മുടെ ഉദ്ഘാടകനെ പോലെ മുമ്പോട്ട് വരണം. പഴയ പുരാണവും കഥയൊന്നും പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ കാര്യമില്ല. ഈ രാജ്യത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ, ചെറുപ്പക്കാരായ മുസ്ലിങ്ങളുടെ, രാജ്യസ്നേഹികളായ മുസ്ലിങ്ങളുടെ, ത്യാഗസന്നദ്ധരായ മുസ്ലിങ്ങളുടെ
അവരുടെ വികാര തുടിപ്പുകൾ ഏറ്റെടുക്കാത്ത ഒരു പ്രസ്ഥാനത്തിനും, ഒരു മുസ്ലിം പ്രസ്ഥാനത്തിനും ഇന്ത്യൻ മണ്ണിൽ സ്ഥാനം ഉണ്ടാകത്തില്ല എന്ന് പ്രസ്ഥാനങ്ങൾ നയിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ജയ് ഭാരത്, ജയ് ഇന്ത്യ.